ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ശ്രുതിയുടെ കളത്രങ്ങളെല്ലാം തന്നെ ഇന്നത്തോടെ പൊളിയുകയാണ്. ശ്രുതിയുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിൽ കാറ്ററിംഗാരോടൊപ്പം ബീരാനിക്കയെ സച്ചി കാണുകയാണ്. ആദ്യം സച്ചി ബീരാനിക്കയെ കണ്ടപ്പോ അത്ര കാര്യമാക്കിയില്ല കേട്ടോ. ആദ്യം സച്ചി ഇത് തോന്നിയതാവെന്നും കരുതിയിട്ട് അത് വിട്ടുട്ടോ. എന്നാൽ ആ വിവരം സച്ചി വെറുതെ രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ. രേവതി അത് തമാശയാക്കി തള്ളുന്നുണ്ട്. പക്ഷെ വീണ്ടും സച്ചി വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ബീരാനിക്കയെ കാണുകയാണ്. ഇത് കണ്ടിട്ട് സച്ചിക്ക് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയുന്നില്ല കേട്ടോ. സച്ചി സ്വന്തം ശരീരം ഒന്ന് നുള്ളി നോക്കുന്നുണ്ട്. എന്തായാലും ഈ കണ്ടതൊക്കെ സത്യമാണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നടന്നതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സച്ചി നേരെ ബീരാനിക്കയെ കൈയോടെ പൊക്കി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇനി വമ്പൻ ട്വിസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. ചന്ദ്രമതിയൊക്കെ ബീരാനിക്കയെ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കാണ്. കാരണം ബീരാനിക്കയുടെ വേഷം അത്രയ്ക്കും മോശമായിരുന്നു കേട്ടോ. ഇൻ കേസ് അയാൾ ഒരു നല്ല വസ്ത്രമെങ്കിൽ ഇട്ടിരുന്നെങ്കിൽ ശ്രുതിക്ക് പറയായിരുന്നു സർപ്രൈസ് ആയിട്ട് ഇളയച്ചൻ വന്നതാണെന്ന്. പക്ഷെ ശ്രുതിക്ക് ആ കള്ളം പോലും പറയാനുള്ള സ്കോപ്പ് അവിടെ ഇല്ലാട്ടോ. എന്തായാലും ശ്രുതിയുടെ കളത്രങ്ങൾ അവിടെ വെച്ച് പൊളിച്ചെടുക്കാണ് സച്ചി. ചന്ദ്രമതിക്ക് ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ് കേട്ടോ. എന്തായാലും ശ്രുതി സ്പെഷ്യൽ ആയിട്ട് ക്ഷണിച്ച ഗസ്റ്റിന് മുന്നിൽ നാണം കെട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി സച്ചിയെ അന്വേഷിച്ച് നടക്കാണ് കേട്ടോ. ഈ സച്ചേട്ടൻ ഇത് എവിടെ പോയി? കണ്ണ് തെറ്റിയ സച്ചേട്ടൻ എങ്ങോട്ടാ പോവെന്ന് പറയാൻ പറ്റില്ല. ഇതും പറഞ്ഞിട്ട് പുറത്തോട്ട് അന്വേഷിച്ചിറങ്ങുന്ന സമയത്താണ് കേട്ടോ മഹിമ വരുന്നത്. മഹിമ കാറിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന സമയത്താണ് കേട്ടോ മഹിമ രേവതിയെ കാണുന്നത്. രേവതിയെ കണ്ടപ്പോ മഹിമയുടെ കണ്ണ് തള്ളാണ്. കാരണം രേവതിയുടെ സ്റ്റൈലും വേഷവും ഒക്കെ അതുപോലെയാണല്ലോ. അയ്യോ, രേവതി അല്ലേ ഇത്? ഇവളെന്താ ഇത്രയും നല്ല വേഷത്തില്? ഒരു സമയത്തും നല്ലൊരു സാരി പോലും ഉടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വർഷയുടെ അമ്മയെ കണ്ടപ്പോ തന്നെ ദേഷ്യമൊന്നും രേവതി കാണിച്ചില്ല കേട്ടോ. വർഷയുടെ അമ്മ എന്താ ലേറ്റ് ആയത്? ഓ, 100 കൂട്ടം ബിസിനസ് ഉള്ളവര് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരിക. ഈ പൂക്കിട്ടുന്ന കച്ചവടം പോലെ ഇതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ആഹാ, അപ്പൊ വർഷ കള്ളം പറഞ്ഞതാണോ? എന്ത് കള്ളം പറയാ? എന്റെ മോൾ അങ്ങനെ ആരോട് കള്ളം പറയാറില്ല. ദേ, നീയാ നുണച്ചി. അതെ, നിങ്ങളുടെ മോള് തന്നെ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഓഫീസ് കാര്യങ്ങളിൽ ഒന്നും തലയിടാൻ പോവാറില്ലെന്ന്. ആര് പറഞ്ഞു? അവളങ്ങനെ വെറുതെ ചുമ്മാ പറഞ്ഞതായിരിക്കും. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ മകള് കള്ളം പറയുമോന്ന്. ഞാൻ പറഞ്ഞില്ലേ, അവള് തമാശ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നീ നുണ പറയുമായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് ഓഫീസ് കാര്യങ്ങൾ നോക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് അമ്മയും അച്ഛൻ ഓഫീസ് കാര്യങ്ങളിൽ അടുപ്പിക്കാറില്ലെന്നാ എന്നോട് വർഷ പറഞ്ഞത്. ദേ, ഞാനിപ്പോൾ ഒരു ഫംഗ്ഷന് വന്നിരിക്കാം. വെറുതെ ആ ഫംഗ്ഷൻ അലമ്പാൻ വേണ്ടി എന്നോട് കൊളത്താൻ നിൽക്കണ്ട നീ. അല്ല, ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. നീ ഇന്ന് വരെ ഇത്രയും നല്ലൊരു വസ്ത്രം എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ല, സച്ച് വല്ല പണക്കാരുടെയും കഴിയുന്ന പഴയ ഡ്രസ്സ് വല്ലതും മേടിച്ചോ? ഓ, അല്ലെങ്കിൽ പിന്നെ സച്ച് കട്ടെടുത്തതായിരിക്കും. അവന് നേർവഴിയൊന്നും അറിയില്ലല്ലോ. അല്ല, നിനക്കൊന്നും തോന്നരുത്. മദ്യത്തിന്റെ ലഹരിയിലെ അവന് മോഷണം ഒന്നും ആയിരിക്കില്ല രേവതി. ദേ, ഇവിടെ നല്ലൊരു ഫംഗ്ഷൻ നടക്കുക. പിന്നെ വർഷയുടെ അമ്മയായിപ്പോയി. വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കരുത്. പൊയ്ക്കോ നിങ്ങൾ. ഓ, അല്ല, നീ എന്നെ എന്ത് പറയൂടി? നീ എന്നെ വല്ലതോ പറഞ്ഞു നോക്ക്. അപ്പ അറിയാം ഈ മഹിമയുടെ തനി കോണം. അതെനി പറയാനൊന്നുമില്ല. നിങ്ങളുടെ മകളെ നിങ്ങളെപ്പറ്റി നന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആരായിരുന്നെന്നും എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്നും ഒക്കെ എനിക്കറിയാം. ഈ വർഷയ്ക്ക് ഇത് എന്തൊരു കേടാ? അവിടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ പോടി. അവശകുനത്തെയാ ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ കണ്ടത്. ഇതും പറഞ്ഞോണ്ട് അവിടുന്ന് മഹിമ പോവാണ് കേട്ടോ. ഇന്നത്തെ ദിവസം പോയി. ഇവരെ കണ്ട അന്നത്തെ ദിവസം അങ്ങ് പോയി കിട്ടും. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. രേവതി, നിന്നെ തേടി ഞാൻ എവിടേക്ക് നടന്നു? അത് ശരി, സച്ചേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ സച്ചേട്ടൻ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ? അത് പിന്നെ രേവതി, ഞാൻ എവിടെയായിരുന്നു? അത് പിന്നെ രേവതി, ദേ സച്ചി. സച്ചിന്നോ? സച്ചിന്ന് തന്നെ. എനിക്ക് എന്നെ സച്ചിന്നേ വിളിക്കാൻ പറ്റൂ. എന്തു പറ്റി രേവതി നിനക്ക്? ദേ രേവതി, കളിക്കല്ലേ. തമാശക്ക് പോലെ അങ്ങനെ വേണ്ട. കളിക്കല്ലേ ഞാൻ. രേവതി, എന്നെ സച്ചേട്ടാന്ന് വിളിക്ക്. സച്ചിയൊന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഓ, പിന്നെ കൊച്ചുകുട്ടിയല്ലേ, കിടന്ന് ചിങ്ങാൻ. ഇങ്ങോട്ട് വാടാ. എടാന്നാ? എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ വേറെ വല്ലതും വിളിക്കുമല്ലോ. വിളിക്കും. ഇനിയും എനിക്ക് തോന്നിയത് വിളിക്കും. അല്ല, രേവതിക്ക് ഇത്ര നേരം ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഇപ്പം എന്ത് പറ്റി? ഇപ്പം അല്ലേ മനസ്സിലായത്. മഹിമയുടെ അമ്മ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. നിനക്ക് എന്തെങ്കിലും തന്നു കാണുമെന്ന്. എന്താ അവർ പറഞ്ഞത്? നമുക്ക് പോയി ചോദിക്കാം. നീ പറയ് രേവതി. ഈ സച്ചേട്ടനുള്ളപ്പോൾ നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. ഡോണ്ട് വെറി രേവതി. ആക്ച്വലി ശ്രുതി പറഞ്ഞത് കേട്ടിട്ട് പഠിച്ചതാ. എന്താ നോക്കിയിരിക്കുന്നത്? വാ രേവതി, നമുക്ക് പോയി ചോദിക്കാം. ദേ സച്ചേട്ടാ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങൾ തന്നെ അങ്ങ് പോയി ചോദിച്ചോ. രേവതി, അത് വീട് രേവതി. എന്താ അവർ പറഞ്ഞത്? നിനക്കിഷ്ടപ്പെടാത്ത എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അത് പിന്നെ വർഷയുടെ അമ്മ വാ തുറന്ന അങ്ങനെയല്ലേ പറയൂ. രേവതി, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരെന്താ പറഞ്ഞതെന്ന് പറ. സച്ചേട്ടൻ പോയി ചോദിക്കാം. സച്ചേട്ടൻ ചോദിക്കൊന്നും വേണ്ട. എന്നാലും അവർ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്താ അവർ നിന്നോട് എത്രമാത്രം പറഞ്ഞത്? സച്ചേട്ടാ, നമ്മൾ പാവങ്ങളാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്ത് ആ കാശ് കൊണ്ട് എല്ലാം വാങ്ങി ജീവിക്കുന്നവരല്ലേ. ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ മോഷ്ടിക്കുന്നുണ്ടോ?
അതുമില്ല, നമുക്കെന്തിനാ മോഷ്ടിക്കേണ്ട ആവശ്യം? നമ്മൾ നേരായ പാതയിലൂടെ അല്ലേ പോകുന്നത്? ആണല്ലോ. എന്നാലേ ആ വർഷയുടെ അമ്മ പറഞ്ഞിട്ട് പോയതേ സച്ചേട്ടനൊരു കള്ളനാണെന്നാ, ഞാനൊരു കള്ളിയും. ഓഹോ, അത് ശരി, അവരങ്ങനെ പറഞ്ഞോ? എന്നാ രേവതി വാ, നമുക്കിത് ചോദിച്ചിട്ടെന്നേ കാര്യം. വർഷയും കൂടി വിളിക്കാം. സച്ചേട്ടാ വേണ്ട, ഇതാണ് ഞാൻ സച്ചേട്ടനോട് ഒരു കാര്യം പറയാത്തത്. ഇപ്പം നല്ലൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. സച്ചേട്ടൻ്റെ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുക. വെറുതെ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മളായിട്ട് ഈ ഫംഗ്ഷൻ അലമ്പണ്ട. എന്നാലും രേവതി, അവരെ വെറുതെ. സച്ചേട്ടാ ഒന്ന് അടങ്ങ്. അവരിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ. എന്നും അവരിങ്ങനെ തന്നെയാ, അത് വിട്ടേക്ക്. എന്നാലും രേവതി, നിന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് സച്ചേട്ടനോട് ഞാൻ ഒന്നും പറയാത്തത്. ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയില്ല കേട്ടോ. ശരി, സുധിക്ക് വേണ്ടി തൽക്കാലം ഞാൻ ഈ കാര്യമൊന്നും ചോദിക്കുന്നില്ല. പിന്നീട് എവിടെയെങ്കിലും വെച്ച് അവരെൻ്റെ കൈ കിട്ടും, അപ്പം ഞാൻ ചൂടാറാതെ കൊടുത്തോളാം. അല്ല രേവതി, നീ എന്തിനാ എന്നെ അന്വേഷിച്ച് നടന്നത്? അന്വേഷിച്ച് നടന്നല്ലേ പറ്റൂ, കാരണം ഏത് സമയം ഓരോരുത്തർ വഴി തെറ്റിക്കാനുണ്ടല്ലോ പിന്നാലെ തന്നെ. ഓ അങ്ങനെ. രേവതി, ഞാനിങ്ങനെ വെറുതെ ഒന്നും മദ്യപിക്കാൻ പോവില്ല. പ്രത്യേകിച്ച് നീ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ നീ ഇമോഷണൽ ഡാമേജ് വരുത്തല്ലേ. ശരി, മദ്യപിക്കാതെ എന്നാലേ സച്ചേട്ടന് കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ആ സമയത്താണ് സച്ചയുടെ അച്ഛൻ വിളിക്കുന്നത്. രേവതി മോളെ, രേവതി. രേവതി, നിന്നെ അച്ഛൻ വിളിക്കുന്നു. എന്താ അച്ഛാ? രേവതി മോളെ, എൻ്റെ 1-2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, മോളെ ഒന്ന് കാണുന്നു പറഞ്ഞു. മോള് വാ. അപ്പം എന്നെ കാണണ്ടേ? അച്ഛാ, അവർക്ക് എന്നെ കാണണ്ടേ? എടാ, നിന്നെ കുഞ്ഞുനാൾ മുതലേ അവർ കാണുന്നതല്ലേ, പിന്നെ ഇടയ്ക്കൊക്കെ വഴിയരികെ വെച്ച് കാണാറുണ്ട്. രേവതി മോളെയാണ് അവർ കാണാത്തത്. ഞാനേ മോളെ കാണിച്ചിട്ട് വരാം, മോള് വാ. ഇപ്പം എന്നെ ആർക്കും വേണ്ട, രേവതി മോളെ മതി. ഓ, അച്ഛനും അങ്ങനെ തന്നെ. എന്ത് ചെയ്യാനാ? ഹോൾഡൊക്കെ ഓൾഡ് തന്നെ. ഇതും പറഞ്ഞുകൊണ്ട് സച്ച് നേരെ പോകുന്നത് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. അവിടെ കാറ്ററിംഗുകാരൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്കാണ് സച്ച് ചെല്ലുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സുധി എന്താണാവോ ഫുഡ് ഏൽപ്പിച്ചത്? അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. സച്ചേട്ടൻ എന്താ ഇവിടെ പണി? അല്ല, ഞാനേ സുധി എന്തൊക്കെയാ ഫുഡ് ഏൽപ്പിച്ചതെന്ന് ചോദിക്കാൻ പോവായിരുന്നു. സുധി ഏട്ടൻ ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, അല്ല ഇതിനൊക്കെ ഒരുപാട് കാശാവില്ലടാ? ആവും, കാശുള്ളവർക്ക് എന്തോ ആവാലോ സച്ചേട്ടാ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരല്ലേ, എല്ലാവരും കോമണായി കഴിക്കുന്നതൊക്കെ ഉണ്ടാക്കൂ. അപ്പം ആ ഓട്ടക്കാരൻ എവിടെന്നെങ്കിലും പലിശയ്ക്ക് പണം വാങ്ങി കാണും, അല്ലാതെ അവൻ്റെ കയ്യിൽ കാശ് എടുക്കാനില്ല. എന്തെങ്കിലും ആവട്ടെ സച്ചേട്ടാ, ഇന്നെന്തായാലും സുധിയേട്ടൻ്റെ ജീവിതത്തിൽ നല്ലൊരു ദിവസമായിരിക്കും. നമ്മൾ കുറച്ച് വെട്ടിവേഷം കെട്ടിയാൽ എന്താ, അവന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. പക്ഷെ അത് നേർവഴിക്കാവണമായിരുന്നു, അതിലെനിക്കൊരു വിഷമമുള്ളൂ. അത് ശരിയാ സച്ചേട്ടാ. എന്തായാലും സുധിയേട്ടൻ്റെ കാര്യമല്ലേ, അങ്ങനെയെങ്കിലും നന്നാവുകയാണെങ്കിൽ ആവട്ടേന്നേ. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ തന്നെ അവൻ്റെ അഹങ്കാരമൊക്കെ കാണേണ്ടി വരും. അത് ശരിയാ. എടാ, ഞാനെന്നേ അകത്തേറി നോക്കട്ടെ, ഇപ്പം വരാം. ഇതും പറഞ്ഞുകൊണ്ട് സച്ച് നേരെ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു കാറ്ററിംഗ് സ്റ്റാഫിനോട് സച്ച് ചോദിക്കുന്നുണ്ട്, അല്ല ഫുഡൊക്കെ റെഡിയല്ലേ? നല്ല ഫുഡല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞങ്ങൾ നല്ല ഫുഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി, സാറ് കഴിക്കുന്നില്ലേ? പിന്നെ ആക്ച്വലി ഞാൻ എന്തൊക്കെയാ ഫുഡെന്ന് അറിയാൻ വന്നതായിരുന്നു. ഓ അങ്ങനെ. പ്രോൺസ് ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, നോർമൽ സദ്യ ആൻഡ് ഡെസേർട്സ്. സർ, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇതല്ലാതെ ഫോറിൻ ടച്ച് ഐറ്റംസ് വേറെയുണ്ട്. സാർ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? സർ സർ അയ്യോ, സാറിൻ്റെ ബോധം പോയോ? സർ, ഇതും പറഞ്ഞുകൊണ്ട് സച്ചയെ പിടിച്ച് അയാൾ കുലിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇത്രയും ഐറ്റംസോ? എന്താ സർ, എന്ത് പറ്റി സർ? എനി പ്രോബ്ലം? സർ ഇതൊക്കെ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, ഇതൊക്കെ കഴിക്കാൻ എൻ്റെ വയറിൽ ഗ്യാപ്പ് ഉണ്ടായിട്ട് വേണ്ടടാ. സർ എന്തൊക്കെയാ പറയുന്നത് സർ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സുധി സാറാണ് ഞങ്ങൾ ഇത്രയും ഫുഡ് ഏൽപ്പിച്ചത്. പിന്നെ ഞങ്ങളുടെ കാറ്ററിംഗ് സർവീസ് അത് അടിപൊളിയായിട്ട് ചെയ്യും. സർ, ഇനിയും 1-2 ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടു. അയ്യോ, ഇത് തന്നെ ധാരാളം. ഞാനേ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇതും പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ബീരാണിക്ക് കാണിക്കുന്നത്. അവിടെ ഇരുന്ന ഒരു ജഗ്ഗിലെ വെള്ളം എടുത്ത് സച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് പെട്ടെന്ന് ബീരാണിക്ക് ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടിട്ട് സച്ചയുടെ കയ്യിലുണ്ടായിരുന്ന ജാറ് താഴോട്ട് വീഴാണ് കേട്ടോ. അപ്പോഴേക്കും ബീരാണിക്ക് അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് സച്ച് കണ്ടതുകൊണ്ട് തന്നെ സച്ചയ്ക്ക് തോന്നിയതായിരിക്കും എന്ന് ആദ്യം കരുതി. അയ്യോ, എനിക്ക് തോന്നിയതായിരുന്നു. എന്നാലും ഷർട്ടിൽ മുഴുവൻ വെള്ളമായി. ഇനി ഇത് ഉണങ്ങാൻ ഞാൻ എവിടെ പോയി ഇരിക്കണം? ഇതും പറഞ്ഞുകൊണ്ട് സച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് രേവതിയെ കാണിക്കുന്നത്. സച്ചേട്ടൻ ഒരു ഭാഗത്ത് നിർത്തി അവിടെ നിൽക്കാൻ അറിയില്ലല്ലേ? അത് പിന്നെ രേവതി, ഞാനേ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ അങ്ങോട്ട് പോയതായിരുന്നു. എന്നിട്ട് അന്വേഷിച്ചോ? അന്വേഷിച്ചു.
ഹാ രേവതി, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ സുധി ഇഷ്ടം പോലെ ഫുഡിന് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം. സച്ചേട്ടൻ്റെ ഏട്ടനല്ലേ, അതുകൊണ്ട് അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സച്ചേട്ടൻ ഒന്ന് വന്നേ. അയ്യേ, ഇതെന്താ സച്ചേട്ടൻ മൊത്തത്തിൽ നനഞ്ഞിരിക്കുന്നത്? അത് പിന്നെ രേവതി, വെള്ളം കുടിക്കുന്ന സമയത്തെ ഞാനൊരാളെ കണ്ടു. ആരെ കണ്ടു? അത് പിന്നെ രേവതി, നമ്മുടെ പാലറേട്ടത്തിയുടെ ഇളയിച്ചനില്ലേ, അങ്ങേരെ. മലേഷ്യക്ക് എടുക്കുന്ന അങ്ങേരെങ്ങനെ ഇവിടെ കാണാനാ? അത് തന്നെ രേവതി എനിക്കും മനസ്സിലാവാത്തത്. സച്ചേട്ടന് വേറെ ഒന്നുമല്ല കുഴപ്പം. ഏത് സമയത്തും ശ്രുതി ഇങ്ങനെ സംശയിച്ച് നടന്നിട്ടാ. അതൊന്ന് മാറ്റി നോക്ക്, അപ്പൊ പിന്നെ ഈ സംശയമൊക്കെ മാറിക്കോളും. അതൊക്കെ പോട്ടെ. എന്തായാലും രേവതി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ദേ നല്ല സ്മെല്ലാ വരുന്നത്. നല്ല അടിപൊളി വെറൈറ്റി ഫുഡുകളാണ്. നമുക്ക് പോയി കഴിച്ചാലോ? ചേ, എന്താ സച്ചേട്ടാ ഇത്, ഫുഡ് കാണാത്ത പോലെ. എൻ്റെ രേവതി, ഇവനെങ്ങനെയൊക്കെ മുതലെടുക്കാൻ പറ്റൂ? ആ ഓട്ടക്കാരനെ കുറച്ചൊന്ന് ചിലവാവണം. ശരി, എന്തായാലും അങ്ങോട്ട് വാ, ഞാനേ അങ്ങോട്ട് ചെല്ലട്ടെ. വർഷ എന്നെ തിരക്കുന്നുണ്ടാവും. ശരി ശരി. ഇതും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചയാണെന്നുണ്ടെങ്കിൽ നേരെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോഴാണ് സുധിയെ കണ്ടുമുട്ടുന്നത്. സുധിയുടെ മേലെ പോയി ഒരൊറ്റ ഇടിയാണ് കേട്ടോ. ആ സമയത്ത് സുധി പറയുന്നുണ്ട്, ചേ എവിടെ നോക്കിയാണോ നടക്കുന്നത്, കണ്ണില്ലേ നിനക്ക്? എന്ത് പറഞ്ഞടാ നീ? അയ്യോ സച്ചി, നീയോ? നീ എന്തിനാ എന്നെ വന്ന് മുട്ടിയത്? അല്ല, നിന്റെ ദേഹത്തെന്താ മുഴുവൻ വെള്ളം? അത് വെള്ളം കുടിച്ചപ്പോ ഇത് സച്ചി, നിനക്ക് വെള്ളത്തോട് ആക്രാന്തായോ? ഇവിടെ കൊടുക്കുന്നതേ മദ്യമല്ല, വെള്ളമാണ്. ഡാ, നീ എന്താടാ അതിലിട്ട് സംസാരിക്കുന്നത്? കൂടുതൽ ഓവറായാലേ നിന്റെ ഈ ഫംഗ്ഷൻ ഞാൻ അങ്ങനെ അലമ്പു. സച്ചി, ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ആ ബോധം എപ്പോഴും ഉണ്ടായിക്കോട്ടെ. ഇല്ലെങ്കിലേ ഇയാളെ തെരഞ്ഞു പിടിച്ച് നിന്റെ ചരിത്രം മുഴുവൻ ഞാൻ അയക്ക് പറഞ്ഞു കൊടുക്കും. ഓ സച്ചി, നീ ദയവ് ചെയ്തു നടങ്ങ്. ഞാൻ ഇനി അങ്ങനെ പറയില്ല. ശരി ശരി. അല്ല, നിന്റെ ഭാര്യയുടെ ഇളയിച്ചൻ ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടോ? നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ? എന്ത്? ഞാൻ നിന്നോട് പറഞ്ഞു മദ്യപിച്ചിട്ടില്ലെന്ന്. പിന്നെ നീ എന്തിനാ അത് തന്നെ ചോദിക്കുന്നേ? അല്ല, മലേഷ്യ കിടക്കുന്ന വ്യക്തി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടു. നീ ഇപ്പം പലതും കാണും. നിന്നോടെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞുകൊണ്ട് സുധി അവിടുന്ന് പോവാൻ കേട്ടോ, മദ്യപിച്ചെന്ന് കരുതിയിട്ട്. ചോദിക്കണ്ടായിരുന്നു. അവൻ ഞാൻ മദ്യപിച്ചെന്നാണ് കരുതിയിരിക്കുന്നത്. ഞാനിനി എന്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല. ഓ, ഇതും പറഞ്ഞുകൊണ്ട് വീണ്ടും കിച്ചണിലോട്ട് എന്നെ കയറി പോവാണ്. കിച്ചണിലോട്ട് കയറുന്ന സമയത്തിന് അവിടെ വെച്ച് വീണ്ടും ബീരാണിക്ക് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയല്ലേ ഞാൻ നേരത്തെ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനെന്താ ഇവിടെ? ഇതല്ലേ പാലറേട്ടത്തിയുടെ ഇളയിച്ചൻ? അതെ, ഇതെന്താ ഞാൻ സ്വപ്നം വല്ലതും കാണാണോ? ഞാൻ മദ്യപിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഒന്ന് നുള്ളി നോക്കാം. ഇതും പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിൽ തന്നെ നുള്ളി നോക്കാൻ കേട്ടോ. അയ്യോ, അപ്പം ഇത് സത്യം തന്നെ. ഇയാളെന്താ ഈ വേഷത്തിൽ? സുധി ഇങ്ങനെ മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നു. എന്തായാലും അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുക്കാം. അച്ഛന് ഇയാൾ അതുപോലെ തോന്നുന്നുണ്ടോയെന്ന് അറിയാലോ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചിൻ നേരെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴാണ് അച്ഛനും ശ്രീകാന്തും സംസാരിക്കുന്നത് കാണുന്നത്. രണ്ടുപേരുണ്ട്. ശ്രീകാന്തേ, അച്ഛ ഒന്ന് വന്നേ. വീടടാ. എങ്ങോട്ടാ? സച്ചേട്ടാ ഒന്ന് വീട്. എങ്ങോട്ടാണെന്ന് പറ. അതെ, കൂടെ വന്ന ഒരാളെ കാണിച്ചു തരാം. ആരെ കാണാനാ? അച്ഛ, അച്ഛന് വേണ്ടപ്പെട്ട ഒരാളാ. എനിക്ക് വേണ്ടപ്പെട്ട ആളോ? അച്ഛൻ വന്നേ. എന്നാ വാ ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്തും അച്ഛനും കൂടി സച്ചിയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അവര് രണ്ടുപേരും കിച്ചണിലെത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ദേ അങ്ങോട്ടൊന്ന് ഇവിടെ ഇല്ലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. എവിടെടാ? ഇവിടെ ആരും ഇല്ലല്ലോ. ഇത് കാറ്ററിംഗ് സർവീസിലെ പയ്യന്മാരല്ലേ? കാറ്ററിംഗ് സർവീസിലെ പയ്യന്മാരാണ്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഇളയിച്ചനുണ്ടായിരുന്നു. ഇളയിച്ചനോ? നീ എന്തൊക്കെയാ പറയുന്നത്? അച്ഛാ, സത്യമായിട്ടും ഇളയിച്ചനെ ഞാൻ കണ്ടതാ. ഏത് ഇളയിച്ചനെ കണ്ടെന്ന്? ആരുടെ ഇളയിച്ചനെ? ദേ സച്ചേട്ടാ, എന്നെ അച്ഛനും വെറുതെ നിൽക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പം ആളില്ലെന്ന് പറയുന്നു. അച്ഛാ, സച്ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. സച്ചേട്ടൻ എന്താ മദ്യപിച്ചിട്ടുണ്ടോ? എടാ, നീയും അങ്ങനെ പറയില്ലടാ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എടാ, ശരിക്കും ഞാൻ അയാൾ ഇവിടെ കണ്ടതാ. എവിടെ കണ്ടെന്ന്? ആരെ കണ്ടെന്ന്? ആരുടെ കാര്യം സച്ചേട്ടൻ ഈ പറയുന്നത്? ദേ സച്ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, എടാ സച്ചി, നീ എന്താടാ ആളെ കളിയാക്കുവാണോ? നിന്നോട് ഞാൻ മദ്യപിക്കരുതെന്ന് പറഞ്ഞതല്ലേ? നല്ലൊരു ദിവസമായിട്ട് അവൻ മദ്യപിച്ച് വന്നേക്കുവാ. എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. അയ്യോ അച്ഛ, ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നെ എന്താടാ നീ പിച്ച് പേയും വിളിച്ച് പറയുന്നത്? ദേ, എൻ്റെ വായിലിരിക്കുന്ന നല്ലൊരു ദിവസമായിട്ട് കേൾപ്പിക്കരുത്. പോവാൻ നോക്ക് എൻ്റെ മുന്നിൽ നിന്ന്. എന്തിൻ്റെ കേടാ സച്ചേട്ടനെ? ഏത് സമയം രേവതി ചേച്ചി സച്ചേട്ടൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് സച്ചേട്ടൻ മദ്യപിച്ചത്? എടാ ശ്രീകാന്തേ, ഞാൻ പറഞ്ഞു മദ്യപിച്ചിട്ടില്ലെന്ന്. വേണേ നീ മണപ്പിച്ച് നോക്ക്. അയ്യോ വേണ്ട. ദേ, ശരീരത്തിലൊക്കെ നനവ് കണ്ടില്ല അച്ഛാ. മദ്യപിച്ച് ഇങ്ങേര്. എടാ, നീ എന്താണ് എന്നെ വിശ്വസിക്കാത്തത്? വിശ്വസിക്കാൻ കൊള്ളാത്തതുകൊണ്ട് ഒന്ന് പോയ സച്ചേട്ടാ. അച്ഛാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഗസ്റ്റ് വരുന്നുണ്ടായിരിക്കും. അച്ഛൻ വാ. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അച്ഛനെയും കൂട്ടി പോവാണ് കേട്ടോ. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു?
അയാളെ ഞാൻ ഇവിടെ കണ്ടതാണല്ലോ. ഇതും പറഞ്ഞ് സച്ചി വീണ്ടും തിരക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും അവിടെ വെച്ച് തന്നെ സച്ചി അയാളെ കാണുകയാണ്. ഇയാളപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് മാറി നിന്നോ? അത് ശരി, ഇയാളെന്നെ കളിപ്പിക്കുകയാണല്ലേ. ഈ പ്രാവശ്യം സച്ചിക്ക് തെറ്റില്ല. ഞാൻ ഇപ്പം പോയിട്ട് ശ്രീകാന്തിനെയും അച്ഛനെയും വിളിച്ചോണ്ട് വരും. അച്ഛാ, ശ്രീകാന്തേ, എടാ ശ്രീകാന്തേ, അച്ഛാ. നിക്ക് പോവാൻ വരട്ടെ. ഞാൻ വീണ്ടും കണ്ടു. ദേ സച്ചേടാ, എൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ മാറി നിൽക്കാൻ നോക്ക്. എന്തു ചെയ്യുന്നീ? നീ എന്നെ തല്ലുവടാ. നിന്റെ ഏട്ടനാ ഞാൻ. ആ ബോധം ഏട്ടനായി ഏട്ടനും കൂടി വേണം. അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ദേ, ഞാൻ വെറുതെ പറയുമല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. അച്ഛന് വേണമെങ്കിൽ എന്നെ ഒന്ന് പരിശോധിച്ച് നോക്ക്. അച്ഛാ, സത്യമായിട്ടും എൻ്റെ അച്ഛനാണ് സത്യം. ദേ, എൻ്റെ അച്ഛമ്മയാണ് സത്യം. അപ്പോൾ രവി പറയുന്നുണ്ട് കേട്ടോ, ശ്രീകാന്തേ, ഇവൻ ഇങ്ങനെയൊക്കെ സത്യം ഇടുമ്പോൾ എന്ത് സത്യം ഇടാൻ? സച്ചേട്ടനെ ലഹരി മൂത്തിട്ട് ഓരോന്ന് പറയുക. ഏയ്, ഇതങ്ങനെയല്ലടാ. നമുക്കൊന്നുകൂടി ഒന്ന് പോയി നോക്കാം. വേണോ അച്ഛാ? നീ വാ. അങ്ങനെ പറയ്. വാ 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 വാ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിലോ ഈ ബീരാനിക്ക പപ്പടം വറുത്തോണ്ട് നിൽക്കാണ്. ദേ, നിങ്ങൾ കണ്ടോ? ഇതല്ലേ പളറെടുത്തിട്ട് ഇളയിച്ചൻ. ശ്രീകാന്തും അച്ഛനും ആണെന്നുണ്ടെങ്കിൽ ഞെട്ടലോടെ നോക്കി നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് ബീരാനിക്ക പറയുന്നുണ്ട്, എടാ, ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെടാ. പറഞ്ഞ പണി കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. സദ്യയുടെ പരിപാടി പെട്ടെന്ന് നോക്ക്. ഡാഡാ, വേറെ എന്ത് കുളമായാലും ഞാൻ ക്ഷമിക്കും. പക്ഷേ എൻ്റെ മട്ടൻ ബിരിയാണി എങ്ങാനും കുളമായാലുണ്ടല്ലോ, നിന്നെയൊക്കെ വെട്ടിത്തൂക്കി ആ കുളത്തിലോട്ട് എറിഞ്ഞാൻ. അച്ഛാ, ദേ വെട്ടിത്തൂക്കി. അച്ഛൻ കേട്ടല്ലോ. അപ്പം ഇത് പാലറേട്ടത്തിയുടെ ഇളയച്ചൻ തന്നെ. കൺഫേം, 100% കൺഫേം. ശരിയാണല്ലോ ശ്രീകാന്തേ, ഇത് ശ്രുതിയേട്ടത്തിയുടെ ഇളയച്ചൻ തന്നെ. അപ്പോൾ സച്ചേട്ടൻ മദ്യവെച്ചിട്ടില്ല. അച്ഛാ, സച്ചേട്ടൻ പറഞ്ഞത് ശരിയാ. അത് ശരി, ഇയാളെന്താ ഇവിടെ? എൻ്റെ അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ പാലറേടത്തി കള്ളം പറയുവാണെന്ന്. പാലറേടത്തി എവിടെന്നോ ചമഞ്ഞൊരുക്കിക്കൊണ്ട് വന്നതാ ഇതുപോലൊരു ഇളയച്ചനെ. ഇയാൾ എന്തോ കശാബുകാരനാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടിലൊന്ന് അറിയണം. അങ്ങനെ അപ്പുറത്തൂടെ പോകുന്ന ഒരു സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട് സച്ചി. അതെ, ഒന്ന് നിന്നേ. നിങ്ങൾ ഇവിടുത്തെ കാറ്ററിംഗ് സർവീസുകാരല്ലേ? അതെ സാർ. എന്ത് വേണം? സാറിന് എന്തെങ്കിലും വേണോ? വേണം, പക്ഷെ ഇപ്പം ഞങ്ങൾ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ സാർ? ദേ, ആ നിൽക്കുന്ന വ്യക്തിയില്ലേ, അതാരാ? അതോ, ഞങ്ങളുടെ കാറ്ററിംഗ് സർവീസിലെ തലമുതിർന്ന വ്യക്തിയാ. ഞങ്ങൾക്ക് നല്ല മട്ടൻ തരുന്നത് അദ്ദേഹമാ, ബീരാനിക്ക. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഒരു സഹായിയായിട്ട് കൂടാറുണ്ട്. ബീരാനിക്കയോ? ബീരാനെന്നാണ് പേര്. അതെ, ബീരാനിക്ക. അദ്ദേഹം നല്ലൊരു ആക്ടറാ. അത് നീ പറയേണ്ട ആവശ്യമില്ല. ആക്ടറാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. നീ പൊയ്ക്കോ. ആ സമയത്താണ് കേട്ടോ ബീരാനിക്ക സച്ചിയെയും രവിയെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും കാണുന്നത്. ഇത് കണ്ടപ്പോൾ ബീരാനിക്കക്ക് ആകെ പേടിയാവാൻ കേട്ടോ. അയ്യോ, ഈ സച്ചി എന്താ ഇവിടെ? എല്ലാവരും ഉണ്ടല്ലോ. കൂട്ടത്തോടെ എന്നെ ആക്രമിക്കാനാണോ? ഇവിടെ നിന്ന് ഇനി ശരിയാവത്തില്ല. എടാ, ആ പപ്പടം പോയി നോക്ക്. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, ദേ അച്ഛാ, അയാൾ നിന്ന നിൽപ്പിന് അവിടുന്ന് പോയി. അച്ഛാ, അച്ഛൻ വിഷമിക്കേട്ടാ, ഞാൻ പോയി അവനെ പിടിച്ചിട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടാ, ഞാനും വരുന്നു. ഇതും പറഞ്ഞ് ശ്രീകാന്ത് പോവാണ് കേട്ടോ. അങ്ങനെ രവി ആണെന്നുണ്ടെങ്കിൽ നേരെ ശ്രുതിയുടെ അടുത്തോട്ട് ദേഷ്യം പിടിച്ച് പോവാണ്. ശ്രുതിയും സുധിയും ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗസ്റ്റിന് യാത്ര അയക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് രവി അങ്ങോട്ട് വരുന്നുണ്ട്. സുധി, യാത്രയപ്പൊക്കെ നിർത്ത്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ, എന്താ ഇത്? മിണ്ടരുത്, മിണ്ടി പോരുത്. അച്ഛാ, എന്താ അച്ഛാ? സാർ പോവാൻ വേണ്ടി നിൽക്കുക, യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. യാത്ര അയക്കാനൊക്കെ വരട്ടെ. ആദ്യം ചില കെട്ടഴിയാത്ത സത്യങ്ങൾ ഇവിടെ ചുരുളഴിക്കാനുണ്ട്. ദേ അച്ഛാ, അവസാന നിമിഷം വെച്ചിട്ട് ഈ പണക്കാരൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ നാണം കെടുത്താതെ അച്ഛാ. നിർത്തടാ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ചോദിച്ചിട്ട് മതി ഇവിടെ ബാക്കിയുള്ളൊരു യാത്ര പോവല്. അച്ഛാ, ഇതെൻ്റെ ജോലിയുടെ നിർത്താനല്ല പറഞ്ഞത്. നിർത്തി. ഇതും പറഞ്ഞുകൊണ്ട് രവി ശ്രുതിയുടെ മുഖത്തോട്ട് തുറിച്ച് നോക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ശ്രുതിക്ക് പേടിയാവാണ്. എന്താ അങ്കിളെ? അങ്കിൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്താ അങ്കിളെ ഇത്? ഒരാളെ യാത്ര അയക്കാൻ നിൽക്കുകയല്ലേ? ശ്രുതി മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നീ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അതെന്താ അങ്കിളെ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? അങ്കിൾ എന്ത് ചോദിച്ചാലും ഞാൻ സത്യമല്ലേ പറയൂ. എന്നാ പറ, ശ്രുതിയുടെ ഇളയച്ചൻ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? അതെന്താ ചോദ്യം അങ്കിളെ? മലേഷ്യയ്ക്ക് എടുക്കുന്ന ഇളയച്ചൻ എങ്ങനെ ഇവിടെ എത്തുക? അത് തന്നെയാ ഞാൻ ശ്രുതിയോടും ചോദിക്കുന്നത്. മലേഷ്യയ്ക്ക് എടുക്കുന്ന ഇളയച്ചൻ എങ്ങനെ കാറ്ററിംഗ് സർവീസുകാരോടൊപ്പം? എന്ത് കാറ്ററിംഗ് സർവീസുകാരോടൊപ്പോ? എന്തൊക്കെ അങ്കിൾ ഈ പറയുന്നത്? ആരെങ്കിലും കണ്ടുവന്ന് കാണും, ചിലപ്പോൾ മുഖസാദൃശ്യമുള്ള ആരെങ്കിലും. അതിന് ഇളയച്ചനെ ഒന്നും പറഞ്ഞേക്കരുത്. ഇളയച്ചൻ്റെ മുഖസാദൃശ്യമുള്ള ആളല്ല, ഇളയച്ചനെ തന്നെയാണ് ഞാൻ കണ്ടത്. അയ്യോ, അയാൾ ഇവിടെ എങ്ങാനും വന്നു. എന്തൊരു വിദ്യ ഈശ്വരം. ആ സമയത്ത് ഈ ഗസ്റ്റായിട്ട് വന്ന ആൾ ചോദിക്കുന്നുണ്ട്, സുധി, എന്താ താങ്കളുടെ അച്ഛൻ പറയുന്നത്? അത് പിന്നെ സാറിന് പോവാനായില്ലേ? എന്നാൽ പിന്നെ സാറിനെ കൊണ്ടുവിടാം. എന്നെ കൊണ്ടുവിടൊന്നും വേണ്ട.
എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ശ്രുതിയുടെ അച്ഛന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. എന്താ മിസ്റ്റർ രവി? എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഈ ശ്രുതിയുടെ ഭാര്യയായി ശ്രുതിയാ. അങ്കിളെ, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്ര ആളുകളുടെ മുന്നിൽ വെച്ചാ അങ്കിൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഇളയച്ചൻ മലേഷ്യയിലാണ്. അപ്പം പിന്നെ ഞാൻ കിച്ചണിൽ വെച്ചിട്ട് ഇളയച്ചനെ പോലെയുള്ള ഒരാളെ കണ്ടതോ? ആ സമയത്ത് ശ്രുതി ഒന്ന് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. അത് മുഖസാദൃശ്യമുള്ള ആളൊന്നുമല്ല, അയാൾ തന്നെ. ആ സമയത്താണ് കേട്ടോ സച്ചി അങ്ങോട്ട് വരുന്നത്. ഹച്ചാ, കിട്ടി, പാറ എടുത്തിട്ട് ഇളയച്ചനെ കിട്ടി. നടക്കടോ അങ്ങോട്ട്, ജീവിതത്തിലെ നായക. എന്നാൽ ഇത് കണ്ടോണ്ട് എന്നാ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ? അപ്പം രവി പറയുന്നുണ്ട്, അതെ, ഇത് ശ്രുതിയുടെ ഇളയച്ചൻ തന്നെ. അപ്പം ശ്രുതി പ്ലേറ്റ് മാറ്റിയാണ് കേട്ടോ. അയ്യോ, ഇതെൻ്റെ ഇളയച്ചനൊന്നല്ല. ഇയാൾ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്? എൻ്റെ ഇളയച്ചൻ്റെ മുഖസാദൃശ്യമുള്ള മറ്റാരുമാണ്. അപ്പോൾ ബീരാനിക്ക് പറയുന്നുണ്ട്, അതെ, ഇനി എന്തിനാ സാറേ ഇവിടേക്ക് വലിച്ചയച്ച് കൊണ്ടുവന്നേക്കുന്നത്? നിങ്ങളുടെ കാറ്ററിംഗ് സർവീസിലെ ഒരു അംഗമാണ് ഞാൻ, അല്ലാതെ ഞാൻ ആരുടെ ഇളയച്ചനൊന്നും അല്ല. ദേ, ഞാൻ മുസ്ലിമാ, എൻ്റെ പേര് ബീരാൻ. ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇതൊക്കെ? ഞാൻ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇളയച്ചനല്ല. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, ഇത് ഇളയച്ചനല്ലെന്നോ? അതേ ശ്രുതി, നീ എങ്ങനെയാ അങ്ങനെ പറയുന്നത്? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എടി ശ്രുതി, ഇതാരടി? നീ എന്താ ഞങ്ങളെ വിഡ്ഢികളാക്കാന്ന് കരുതിയോ? അയ്യോ, എനിക്കറിയില്ല ഇതാരാണെന്ന്. അപ്പം സച്ചി പറയുന്നുണ്ട്, നിനക്കറിയില്ലല്ലേ, ഞാൻ അറിയിച്ചു തരാം, പറയടോ. ദേ, സച്ചിയുടെ കൈകരുത്ത് അറിയാലോ, ഒരെണ്ണം കിട്ടിയാലുണ്ടല്ലോ ചോര തുപ്പും. അയ്യോ, എന്നെ വെറുതെ വിടണം, എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരാണെന്ന് വിചാരിച്ച് എന്നെ തല്ലുന്നത്? ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ആളൊന്നും അല്ല. താനെന്താ ആളെ പൊട്ടം കളിപ്പിക്കാന്ന് കരുതിയോ? താൻ തന്നെയാണ് അന്ന് ഇളയച്ചനായിട്ട് അച്ഛമ്മയുടെ വീട്ടിലോട്ട് വന്നത്. അപ്പൊ ശ്രുതി വയ്ക്കുന്നുണ്ട്, ശ്രുതി, ഇതെന്തൊക്കെയാ ഇത്? ഇളയച്ചനെ പോലെ തന്നെയുണ്ടല്ലോ ഇയാള്. അയ്യോ, എനിക്കറിയില്ല ശ്രുതി, ഇയാളെ കണ്ടിട്ട് എൻ്റെ ഇളയച്ചനെ പോലെ തോന്നിക്കുന്നു, പക്ഷേ ഇതെൻ്റെ ഇളയച്ചനല്ല. ഇയാളുടെ വേഷം തന്നെ കണ്ടില്ലേ? എൻ്റെ ഇളയച്ചൻ ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യാറ്? അപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി, എന്താ ഇതൊക്കെ? ഇയാളെ കണ്ടിട്ട് നിന്റെ ഇളയച്ചനെ പോലെ തന്നെയുണ്ടല്ലോ. നീ പറയുന്നു ഇത് നിന്റെ ഇളയച്ചനല്ലെന്ന്, പിന്നെ ഇതാരാ? അടിമുടി ഇയാളെ കണ്ടിട്ട് നിന്റെ ഇളയച്ചനെ പോലെ തന്നെയുണ്ട്, ഡ്രസ്സിങ്ങിൽ ഒരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ശ്രുതി സ്പെഷ്യലായിട്ട് ക്ഷണിച്ചു വരുത്തിയ ഓണർ ഉണ്ടല്ലോ, അയാൾ പറയുന്നുണ്ട്, ശ്രുതി, എന്തൊക്കെ ഇതൊക്കെ? അത് പിന്നെ സർ, ആക്ച്വലി ഐ ഡോണ്ട് നോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ഞാൻ നല്ല രീതിയിലായിരുന്നു ധരിച്ചു വെച്ചേക്കുന്നത്, ബട്ട് ഞാൻ ധരിച്ചിരിക്കുന്നതൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അയ്യോ സർ, അങ്ങനെയൊന്നും തോന്നരുത്. എടാ സച്ചി, നീ എന്തിനുള്ള പുറപ്പാടാ? ദേ, ഇങ്ങനെ എൻ്റെ ഇളയച്ചനൊന്നും അല്ല, ഇളയച്ചന്റെ വേഷം ദേ ഇതുപോലെയൊന്നും അല്ല. പിന്നെ നിനക്കല്ലേനും ഞാൻ നന്നാവുന്നത് ഇഷ്ടമല്ലല്ലോ, നിന്റെ ഈഗോയാണ് എല്ലാത്തിനും കാരണം സച്ചി. ഇങ്ങനെയൊക്കെ മണ്ടൻ സുധി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപാടെ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധിയേട്ടന് കണ്ണ് കാണാതെ ആയിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഇളയച്ചനെ പോലെ തന്നെയില്ലേ? പക്ഷേ നിനക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ, കണ്ടാ തന്നെ പറയില്ലേ ഇത് ശ്രുതി ചേച്ചിയുടെ ഇളയച്ചനാണെന്ന്? ഞാൻ പിന്നെ എന്തെങ്കിലും പറയണോ? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഇത് നിന്റെ ഇളയച്ചനാണോ? ഏയ് അല്ല, എന്നെ എന്താ ശ്രുതി എന്ന് വിശ്വസിക്കാത്തത്? അപ്പൊ സച്ചി പറയുന്നുണ്ട്, ദേ പലരിടത്തി ഞങ്ങളെ കൊണ്ടൊക്കെ വേഷം കെട്ടിച്ച് ഇദ്ദേഹത്തിന് മുന്നിൽ നിർത്തിയ പോലെ തന്നെ ഇയാളെയും വേഷം കെട്ടിച്ച് ഇളയച്ചനാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലോട്ട് വന്നതാണോ? അപ്പോൾ ആ ഗസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, വാട്ട്, എന്തൊക്കെയാ ശ്രുതി ഇവർ പറയുന്നത്? വേഷം കെട്ടൽ, നാടകം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആക്ച്വലി നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുകയാണോ? അത് സർ, സോറി സർ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, സർ, ഇനിയും നിങ്ങളെ പോലെ ഒരു നല്ല മനുഷ്യനെ വിഡ്ഢിയാക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഉള്ള സത്യം പറഞ്ഞു നേക്കാം. എടാ സച്ചി, നിർത്ത്. ഇനിയും ഇദ്ദേഹത്തോട് സത്യം പറയാതിരിക്കുന്നതേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇദ്ദേഹത്തോട് ചെയ്യുന്ന ചതിയാണ്. എല്ലാം നേർവഴിയിലൂടെ വേണം സാധിച്ചെടുക്കാൻ. അച്ഛാ, ഇവൻ ചെയ്ത കള്ളത്തരം എന്താണെന്ന് അറിയോ? 2 ദിവസം മുമ്പേ ഇവൻ നമ്മളടുത്ത് വന്നിരുന്നു. ഇവനും ഇവന്റെ ഭാര്യയും ഇവന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വലിയൊരു കോടീശ്വരനാണെന്നും അദ്ദേഹത്തിന് മുന്നിൽ നല്ല സ്മാർട്ടായി നിൽക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ അത് അന്വേഷിച്ചു, പക്ഷെ ഇവന്റെ സ്മാർട്ട്നെസ് എന്താണെന്ന് അറിയോ? എനിക്ക് 50 കാറും ശ്രീകാന്തിന് 5 സ്റ്റാർ ഹോട്ടലിന്റെ ഓണർ എന്നുള്ള പൊസിഷനും, സ്വപ്നത്തിൽ പോലും നമുക്ക് ഇത്രയും വലിയ നിലയിൽ എത്താൻ പറ്റില്ല സാറേ. എനിക്ക് 2 കാറുണ്ട്. ആ 2 കാറിൽ ഒന്ന് ഞാൻ ഓടിച്ച് ജീവിക്കുന്നു, ഒന്ന് ഞാൻ വാടകയ്ക്കും കൊടുക്കുന്നു. ഇത് രണ്ടും സെക്കൻഡ് ഹാൻഡായി എടുത്തതാണ്. എനിക്ക് എന്റെ ഭാര്യ എടുത്തു തന്നത് ആദ്യത്തെ കാറ്. ദേ, ഇവളൊരു പൂക്കച്ചവടക്കാരിയാ. അത് പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പൂക്കെട്ടി കൊടുക്കുന്നതാണ് എന്റെ ഭാര്യയുടെ തൊഴില്. പിന്നെ എന്റെ അനിയൻ ശ്രീകാന്ത്, അവന് പിന്നെ ഒരു ഹോട്ടലിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യാ. നന്നായിട്ട് കുക്ക് ചെയ്യും, അതുകൊണ്ട് അവൻ അവിടുത്തെ സ്പെഷ്യൽ ഷെഫാ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധിയുടെ മുഖം ആകെ പ്ലിങ് ആയി നിൽക്കാൻ കേട്ടോ. അത് പിന്നെ സർ, മിണ്ടരുത്. നാണമില്ലല്ലോ. ഉള്ളത് പറഞ്ഞിരുന്നെങ്കിലും ഒരുപക്ഷെ സുധിക്ക് ഞാൻ ഈ അംഗീകാരം തരുമായിരുന്നു. പക്ഷേ ഇനി അതിന് സ്തുതിക്ക് യാതൊരു അർഹതയില്ല. നോൺസെൻസ്. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അയാള്. എടാ സച്ചി, നിനക്ക് സമാധാനമായില്ലേ? എനിക്ക് കിട്ടേണ്ട അംഗീകാരം തട്ടി തെറിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലടാ. അയാൾ ഇവിടുന്ന് ഇറങ്ങി പോവാൻ നിൽക്കുമല്ലായിരുന്നു. അവസാന നിമിഷം വെച്ച് നീ എല്ലാം തകർത്തില്ലേ? അമ്മേ, ഇവൻ ചെയ്തത് നോക്ക്. ഇവനെ എന്നോട് ആദ്യം മുതൽ അസൂയയാ.
അമ്മ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇവനോട് അമ്മയൊന്നും പറയുന്നില്ലേ? അത് കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഏതോ ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ട് എൻ്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞു. ഇപ്പൊ ശ്രുതിക്ക് കിട്ടേണ്ട അംഗീകാരം തട്ടി തെറിപ്പിച്ചു. എന്താ സച്ചി നിനക്ക് വേണ്ടത്? അമ്മ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. കുടുംബ ബന്ധത്തോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ എന്നോട് ഇങ്ങനത്തെ ചതി ചെയ്യുമായിരുന്നു. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, നിർത്ത്, ഇവൻ ചെയ്തത് 100% ശരിയാ. സച്ചിയുടെ ഒരു കാര്യത്തിലും ഞാൻ സച്ചിയോടൊപ്പം കൂട്ടി നിൽക്കാറില്ല. എല്ലാത്തിനും നിന്നോടൊപ്പം ദേ ഈ നിൽക്കുന്ന ശ്രീകാന്തിന്റെ കൂടെ നിൽക്കാറുള്ളൂ ഞാൻ. പക്ഷേ ഇവിടെ സച്ചിയുടെ ഭാഗത്തെ ന്യായമുണ്ട്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതോ ഒരുത്തനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവളുടെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് ഈ നാടകമൊക്കെ കളിച്ചത് ഇവനല്ലേ? നിർത്ത് സുധി, നീ എന്താ മണ്ടനാണോ? അതോ നീ മണ്ടനായിട്ട് അഭിനയിക്കേ? അമ്മ തന്നെയാ പറയുന്നത്. പറയടി, ഇയാൾ ആരാ? ഇയാളെ കണ്ടിട്ട് നിന്റെ ഇളയച്ചനെ പതിപ്പിച്ച പോലെ തന്നെയുണ്ട്. ഒരാളെ പോലെ ഏഴാൾ കാണുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാനത് വിശ്വസിക്കില്ല. ഇയാൾ ആരാ? നീ വാടകയ്ക്ക് കൊണ്ടുവന്ന ഇളയച്ചനാണോ ഇത്? അയ്യോ ആന്റി, അത് നിർത്ത്. നീ കൂടുതൽ അതും ഇതൊക്കെ പറഞ്ഞ് വളച്ചു കെട്ടണ്ട. എനിക്ക് ഇയാൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി. ആന്റി, എനിക്ക് ഇയാൾ അറിയില്ല. ദേ എന്റെ ഇളയച്ചൻ മലേഷ്യയിലുണ്ട്. ഇന്ന് രാവിലെയും കൂടി ഇളയച്ചൻ എന്നെ വിളിച്ചതാ. ആ സമയത്ത് ബീരാനിക്ക പറയുന്നുണ്ട്, അതെ, ആ കുട്ടിയുടെ ഇളയച്ചൻ രാവിലെ വിളിച്ചിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ ഈ കുട്ടിയുടെ ഇളയച്ചനാകുന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ ശ്രുതിയോട് രവി പറയുന്നുണ്ട്, കേട്ടോ മോളെ, ശരിക്കും പറഞ്ഞാ നിനക്ക് ആരൊക്കെയുള്ളത്? മലേഷ്യയിൽ അങ്ങനെ ഒരു അച്ഛനുണ്ടോ? അപ്പോൾ ബീരാനിക്ക അറിയാതെ പറയുന്നുണ്ട്, കേട്ടോ ഏയ് ഇല്ലെന്നാ തോന്നുന്നത്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എന്ത്? താൻ എന്താ പറഞ്ഞത്? അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ വെറുതെ ഇങ്ങനെ, തന്നോട് അതിനെ ചോദിച്ചൊന്നുമില്ലല്ലോ. ശ്രുതി, ഇയാൾ അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ നീയും ഇയാളും പറയുന്നത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങളെല്ലാവരും. അയ്യോ അങ്കിളെ, എനിക്ക് ഇയാൾ അറിയില്ല സത്യമായിട്ടും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കേട്ടോ ശ്രുതി, നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ ഇയാളുടെ മുഖം നിന്റെ ഇളയച്ചനെ പോലെ തന്നെയുണ്ട്. ഇയാൾ ഇനി ഇളയച്ചനാണെന്ന് പറഞ്ഞ് നിന്നെ പറ്റിക്കാണോ ശ്രുതി? നിന്റെ സ്വത്തൊക്കെ തട്ടിയെടുക്കാനുള്ള ഇയാളെ വല്ല ശ്രമമാണോ? അപ്പോൾ വർഷ പറയുന്നുണ്ട്, കേട്ടോ എന്തിനു ഇതിനൊക്കെ ആവശ്യം? ശ്രുതി ചേച്ചി പറയുന്നു ശ്രുതി ചേച്ചിയുടെ ഇളയച്ചനല്ലെന്ന്. എന്നാ പിന്നെ ശ്രുതി ചേച്ചിയുടെ ഇളയച്ചനെ വീഡിയോ കോൾ വിളിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാലോ. അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പിക്കാം ഇളയച്ചൻ ഇതല്ലെന്ന്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി പെട്ടെന്ന് വിളിക്ക്, ഇളയച്ചൻ ഇതല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാലോ. അത് പിന്നെ ഇളയച്ചൻ ഇപ്പൊ ഒരു ബിസിനസ് ടൂറിലാ. ബിസിനസ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ഈ സമയത്ത് വീഡിയോ കോളൊന്നും വിളിച്ചാൽ എടുക്കില്ല. ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, കേട്ടോ പിന്നെ എപ്പോഴാണ് നിന്റെ ഇളയച്ചൻ എടുക്കുക? ഞാൻ ഏത് സമയത്ത് നിന്റെ ഇളയച്ചനെ വിളിച്ചു തരാൻ പറഞ്ഞാൽ നീ വിളിച്ചു തരത്തില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിന്റെ അച്ഛന് വിളിക്ക്. എന്തേ വിളിക്കാൻ പറ്റില്ലേ? വിളിക്കാൻ പറ്റില്ലല്ലേ? എന്നാ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇയാളെ കൊണ്ട് തന്നെ ഇയാൾ ആരാണെന്ന് ഞാൻ പറയിപ്പിക്കും. ആന്റി, അതൊക്കെ എന്തിനാ? അതൊക്കെ വേണം. സച്ചി, നിന്നോട് മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. ഈ അമ്മ ആദ്യമായിട്ട് നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുക. അത് നീ എനിക്ക് സാധിച്ചു തരണം. എന്താ അമ്മേ? ഇയാളെ കൊണ്ട് പറയിപ്പിക്കണം. ഇയാളാണ് ഇവളുടെ ഇളയച്ചനായിട്ട് അഭിനയിച്ചത്. അങ്ങനെ ഇവളെ എന്നെ പറ്റിച്ചതാണെങ്കിൽ ഇവളെ ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടോ? ചന്ദ്രമതിയെ കബളിപ്പിച്ച് എത്രത്തോളം നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും? പറയടാ, എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നീ ആരാണെന്ന് പറയും. അയ്യോ സച്ചി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളൊന്നും അറിയില്ല. എന്ത് സച്ചിയെന്നോ? അച്ഛാ, എൻ്റെ പേര് പറയുന്ന ഇയാള്. അപ്പൊ ശ്രീകാന്ത് പറയുന്നത്, സച്ചേട്ടാ ഇതിലൂടെ തന്നെ മനസ്സിലാക്കിക്കൂടെ? ഇയാള് പച്ച കള്ളം പറയുക. ഇയാള് ശ്രുതി ചേച്ചിക്ക് വേണ്ടി അഭിനയിച്ചതാ. എന്നാ പിന്നെ ഇയാൾക്കൊന്ന് കൊടുത്തിട്ട് തന്നെ കാര്യം. ഇത് പറഞ്ഞുകൊണ്ട് സച്ചി അയാളെ വയറ്റത്തിട്ട് കുത്താണ്, കേട്ടോ. അങ്ങനെ സച്ചിയുടെ അടി സഹിക്കാൻ കഴിയാതെ അയാൾ പറയുന്നുണ്ട്, അയ്യോ ഇനി എന്നെ തല്ലല്ലേ സച്ചി, ഞാൻ പറയാം, എന്നെ തല്ലല്ലേ. ഇത് കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ദേ സച്ചി, ഇയാൾ പച്ചക്കള്ളം പറയുമായിരിക്കും. നിങ്ങളൊന്നും ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കരുത്. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. കള്ളം പറഞ്ഞിട്ട് തനിക്ക് എന്താണോ കിട്ടാനുള്ളത്? അത് ശരി, നിനക്ക് വേണ്ടിയേ നിന്റെ ഭാഗം കൂടി കള്ളം പറയാന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നീ എന്നെ ജയിലിൽ അടയ്ക്കാൻ നടക്കുവാണല്ലേ? ദേ സച്ചി, ഇനി എനിക്ക് മുന്നും പിന്നും നോക്കണ്ട. പാവം പെണ്ണല്ലേ, അവക്ക് വേണ്ടി സത്യം പറയരുതെന്ന് മനസ്സിൽ കരുതിയപ്പോൾ നീ എന്നെ സ്റ്റേഷനിൽ അടയ്ക്കുമല്ലേ? അയ്യോ സച്ചി, അങ്കിളെ, ആന്റി, ഇയാൾ പറഞ്ഞത് കള്ളമാണ് അല്ലേന്ന് കേട്ടിട്ട് പറയാം. ദേ ഇയാൾ പറഞ്ഞതെങ്ങാനും സത്യമാണെങ്കിൽ ചന്ദ്ര ആരാണെന്ന് നീ അറിയൂ. ബിരാനിക്ക, സത്യം പറയുന്നത് പോലെ തത്ത പറയും പോലെ പറഞ്ഞു. ഇല്ലെങ്കിൽ സച്ചിയുടെ കയ്യിൽ നിന്ന് ഇനിയും കിട്ടും. അയ്യോ തല്ലരുത്, പറയാം, ദയവ് ചെയ്ത് എന്നെ തല്ലരുത്. എനിക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഉള്ളതാ. എന്തസുഖം? ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ. അതൊക്കെ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പറയടോ, എന്താ സത്യം? പറയാം. ദേ ഈ നിൽക്കുന്ന ശ്രുതി ഉണ്ടല്ലോ, ഇവള് എനിക്കറിയാവുന്ന പരിചയത്തിലുള്ളൊരു കുട്ടിയോടൊപ്പം എൻ്റെ മാർക്കറ്റിൽ വന്നിരുന്നു. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? നീ നാടകം കളിച്ചതാണോ? അപ്പോൾ ഇയാള് നിന്റെ ഇളയച്ചനല്ലേ? ശ്രുതി, ഇത് സച്ചിയുടെ നാടകമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, ഇയാൾ പറയട്ടെ, ഞാൻ പറയാം.
ദേ ഇവൾ എന്നെക്കുറിച്ച് ഇല്ലാത്തതോരോന്ന് പറയുക, അതുകൊണ്ട് സത്യം എന്തായാലും ഞാൻ ഇവിടെ പറഞ്ഞിരിക്കും. അപ്പം സച്ചി പറയുന്നുണ്ടേ, അല്ല പാർലറേട്ടത്തിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞത് മീരയാണോ ഉദ്ദേശിച്ചത്? അതെ, മീരമോളെ തന്നെ. മീരമോള് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളാ. എനിക്ക് 1-2 ചാൻസൊക്കെ അഭിനയിക്കാൻ തന്നിട്ടുണ്ട്. അങ്ങനെ അഭിനയിക്കാൻ ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ടാണ് വന്നത്. അന്ന് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്നെക്കൊണ്ട് അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റില്ലെന്ന്. അപ്പോൾ ഇവരാ പറഞ്ഞത് ആ വീട്ടിൽ ക്യാമറ കാണും, അവിടെ നല്ല രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ചാൻസൊക്കെ തരാം. അങ്ങനെയാ സത്യം പറഞ്ഞാൽ സച്ചിയുടെ അച്ഛമ്മയുടെ വീട്ടിൽ ഞാൻ എത്തിയത്. ഞാനൊരു വെറും ഇറച്ചി വെട്ടുകാരനാ. ആടിൻ്റെ ഇറച്ചി വെറ്റിട്ടാ ഞാൻ ജീവിക്കുന്നത്. അതിലുപരി എനിക്ക് വേറൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരെന്നെ ചതിച്ചതാ, അല്ലാതെ എനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല സച്ചി. അച്ഛനും അമ്മയും കേട്ടല്ലോ പാർലറേട്ടത്തിയുടെ നാടകം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി നിനക്കിനി എന്തെങ്കിലും ഇയാൾ പറഞ്ഞതിന് മറുപടിയായിട്ട് പറയാനുണ്ടോ? ഉണ്ട് ആൻറ്റി, ഇയാൾ പറഞ്ഞത് മുഴുവൻ കള്ള. ആ സമയത്ത് ചന്ദ്രമതി മാസായിട്ട് ശ്രുതിയുടെ മുന്നിലോട്ട് നടന്നു വരുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരൊറ്റ അടിയാണ് കേട്ടോ കരണത്ത്. ഇങ്ങോട്ട് വാടി ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ മുടിക്കുറ്റി കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രേ വിടവളെ, രവിയേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഇവളെ ഞാൻ കണ്ടുപിടിച്ച മരുമകളാ. ഇവളുടെ പിന്നിൽ എന്തൊക്കെ ഇനി ബാക്കി ചതിയെന്ന് എനിക്കറിയണം. ഇവള് പറ്റിച്ചിട്ടാണോ നമ്മുടെ കുടുംബത്തിലോട്ട് വന്നതെന്ന്. നിന്നോട് ഞാൻ അവളെ വിടാനാ പറഞ്ഞത്. ഇല്ല, ഇവളെ ഞാൻ വിടത്തില്ല. ചന്ദ്രേ നിനക്ക് എന്ത് അവകാശമുണ്ട് ഇവളെ തല്ലാൻ? നീ തന്നെ കണ്ടെത്തിയ 100% എല്ലാം തികഞ്ഞ മരുമകളല്ലേ ഇവള്. സമ്മതിക്കുന്നു, എനിക്ക് തെറ്റുപറ്റി രവിയേട്ട ഇവളുടെ കാര്യത്തിൽ. ഇനി ഞാൻ ഇവളെ ഒരു നിമിഷം പോലും ഇവിടെ പൊറുപ്പിക്കില്ല. ഈ നിൽക്കുന്ന പൂക്കാരിക്കുള്ള സ്ഥാനം പോലും ഞാൻ ഇവക്ക് ഇവിടെ കൊടുക്കില്ല. ഇറങ്ങിപ്പോടി ഇവിടെ. അയ്യോ സുധി എന്നെ കൈവിടല്ലേ. അമ്മേ മിണ്ടരുത്, നാണമില്ലാത്തവൻ. ഇവൾ ഇത്രയൊക്കെ നാടകം കളിച്ചിട്ടും സ്വന്തം ഭർത്താവായ നീ പോലും ഇത് അറിഞ്ഞില്ലല്ലോടാ. നീയൊക്കെ ഒരു ഭർത്താവാണോടാ? ഇപ്പം എനിക്ക് തോന്നുവാ നിന്നെ വളർത്തി വലുതാക്കി വഷളാക്കിയത് ഞാൻ തന്നെയാണെന്ന്. ദേ ഈ നിൽക്കുന്നവനെ ഞാൻ നാഴികയ്ക്ക് 40 വട്ടം നിന്നെ പൊക്കിയ കുറ്റം പറയുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുവാ ഇവൻ തന്നെയാണ് ശരിയെന്ന്. നീയും ദേ ഈ നിൽക്കുന്ന എൻ്റെ ഇളയ സന്തതിയും വഴി വിട്ട് സഞ്ചരിച്ചിട്ടേ ഉള്ളൂ. എടി ശ്രുതി, മേലിൽ നീ എൻ്റെ വീടിൻ്റെ കൺമുറ്റത്ത് കണ്ടുപോകരുത്. എൻ്റെ മോന് നീയുമായിട്ട് ഡിവോഴ്സ് ആവാൻ പോവാ. ഫസ്റ്റത്തെ ആനിവേഴ്സറി തന്നെ നിങ്ങളുടെ ഡിവോഴ്സ് ഞാനങ്ങ് നടത്തും. ആൻറ്റി എന്തൊക്കെയാ ആൻറ്റി പറയുന്നത്? നിർത്തടി, ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്. പോയിക്കോളണം. ഇനി ചന്ദ്രോദയത്തിൻ്റെ പടി നീ ചവിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ. അവൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മിണ്ടരുത്. നീ ആരടി എന്നെ പഠിപ്പിക്കാൻ? എൻ്റെ മക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എനിക്കറിയാം. നീ എന്നെ കൂടുതൽ ഭരിക്കാൻ വന്നേക്കട്ടാ. മാറി നിൽക്കടി, ഇല്ലെങ്കിൽ നിനക്കും ഇവളുടെ ഗതിയായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ഒരു ദാക്ഷിണ്യം കൂടാതെ ശ്രുതിയെ പുറത്താക്കുന്നുണ്ട് കേട്ടോ. രേവതി ചേച്ചി ഇനി ആൻറ്റിയുടെ അടുത്തോട്ട് ചെല്ലണ്ട. ആൻറ്റിയുടെ വായിലിരിക്കുന്നത് കേൾക്കും. അവരെന്തെങ്കിലും ആവട്ടെ. അവർ ഈ കള്ളമൊക്കെ ചെയ്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതവർ തന്നെ അനുഭവിക്കട്ടെ. പഠിച്ച കള്ളി അവർ. എനിക്ക് ആദ്യമേ അറിയായിരുന്നു. ഓക്കെ, ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ കേട്ടോ. ഈ എപ്പിസോഡിൻ്റെ ബാക്കി എപ്പിസോഡ് ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.